ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞു. 2 പാർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. വേഗം കഴിയുന്നുണ്ട്. ഒരു 15 മിനിറ്റിൻ്റെ വീഡിയോ സെക്ഷൻ കൊണ്ട് എല്ലാം ഞാൻ പറഞ്ഞു തീർക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നോക്കുന്നത്. ലൈഫ് ഗിവിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പാഠത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വാട്ടറിൻ്റെ ഉപയോഗത്തിനെ പറ്റിയിട്ടാണ് ഈ പാഠം മൊത്തം. എന്തിനൊക്കെയാണ് വാട്ടർ ഉപയോഗിക്കുന്നത്? ഡ്രിങ്കിങ്ങിനും, ഫുഡ് കുക്ക് ചെയ്യാനും, അഗ്രികൾച്ചറിനും, വെസൽസ് വാഷ് ചെയ്യാനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാട്ടർ ഉപയോഗിക്കുന്നത്. വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ്. ഡിസോൾവ് സബ്സ്റ്റൻസസിനെ അത് ഡിസോൾവ് ചെയ്യുന്നു, അത് ഫ്ലോ ചെയ്യുന്നു, ഹീറ്റിനെ ക്യാരി ചെയ്യുന്നു. അതിൻ്റെ ഷേപ്പ്, അതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പില്ല. നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ വെച്ചിരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ് വാട്ടറിൻ്റെ ഷേപ്പ്. സോളിഡോ ലിക്വിഡോ ഗേഷ്യസ് സ്റ്റേറ്റിലൊക്കെ ആയിട്ട് നമ്മൾക്കതിന് കിട്ടും. എല്ലാ സ്റ്റേറ്റിലായിട്ട് കിട്ടുന്നു. പിന്നെ നമ്മൾ എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെൻറ്റ്, എന്താണ് സൊല്യൂഷൻ എന്ന് നോക്കുന്നത്. എ സബ്സ്റ്റൻസസ് വിച്ച് ഡിസോൾവ്ഡ് ഈസ് കോൾഡ് ആസ് സൊല്യൂട്ട്. ഒരു സബ്സ്റ്റൻസിൽ എന്തെങ്കിലും ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സൊല്യൂട്ട് എന്ന് പറയുന്നു. ആൻഡ് സൊല്യൂട്ട്സ് ഡിസോൾവ് ഈസ് കോൾഡ് ആൻഡ് ദാറ്റ് ഇൻ വിച്ച് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സബ്സ്റ്റൻസസ് എന്തെങ്കിലും ഡിസോൾവ് ചെയ്തതിനെയാണ് സൊല്യൂട്ട് എന്ന് പറയുന്നു. ഈ സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സോൾവെൻ്റ് എന്ന് പറയുന്നു. സൊല്യൂഷൻ ഇൻ വിച്ച് ഈസ് ഫോംഡ് വെൻ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ സോൾവെൻറ്റ്. സോൾവെൻറ്റിൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻ എന്ന് പറയുന്നു. ഷുഗർ സൊല്യൂഷൻ. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂട്ടാണ്. വാട്ടർ പറഞ്ഞ സോൾവെൻ്റാണ്. അപ്പോൾ ഷുഗറും വാട്ടറും കൂടിയും മിക്സ് ചെയ്തപ്പോൾ അതിനെ എന്താ പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നു. അങ്ങനെയാണ് സാൾട്ട് സൊല്യൂഷൻ, അതേപോലെ ഷുഗർ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഷുഗർ സൊല്യൂഷനിൽ എന്തൊക്കെ ഉണ്ട്? ഷുഗർ ഉണ്ട്, വാട്ടർ ഉണ്ട്. സാൾട്ട് സൊല്യൂഷൻ എന്തൊക്കെ ഉണ്ട്? സാൾട്ട് ഉണ്ട്, വാട്ടർ ഉണ്ട്. അതുപോലെ തന്നെ സോഡ ഉണ്ട്, വാട്ടർ ഉണ്ട്. അങ്ങനെ പറയാം കേട്ടോ. പിന്നെ അതുപോലെ വാട്ടർ ഈസ് എ സോൾവെൻറ്റ് വിച്ച് ഡിസോൾവ് എ ലാർജ് നമ്പർ ഓഫ് സബ്സ്റ്റൻസസ്, ഹെൻസ് ദേ ആർ കോൾഡ് എസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്. വാട്ടറിൻ്റെ ലെവൽ ഈക്വലായിട്ട് നിൽക്കും. നമ്മളിത് ഒരു ഒരേപോലത്തെ വെസൽ ചെയ്തിട്ട് ഇങ്ങനെ പൈപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരേപോലെ നിൽക്കും. പിന്നെ അടുത്തത് വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ഓൺ ലെവൽ. അതിൻ്റെ ലെവൽ അത് വേറെ ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എമൗണ്ട് ഓഫ് സാൾട്ട് ഇൻ സീ വാട്ടർ ഈസ് ഹൈ, ഹെൻസ് ഇറ്റ് ഈസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ കോമൺ പർപ്പസ്. ഇറ്റ് ഈസ് എ വാട്ടർ ഫ്രം ദ പ്യുവർ വാട്ടർ സോഴ്സസ് സച്ച് ആസ് വെൽ, പോണ്ട്, ലേക്സ് ആൻഡ് ദ റിവർ ദാറ്റ് വി ക്യാൻ യൂസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാൾട്ട് വാട്ടർ ഒരിക്കലും കഴിക്കാനോ കുടിക്കാനോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ നമ്മൾ വാട്ടർ ഫ്രം ദ പോണ്ട്സ്, ലേക്സ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വാട്ടർ ഇങ്ങനെ പൊല്യൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വാഷിംഗ് വെഹിക്കിൾസ് ആൻഡ് ബാത്തിങ് കാറ്റിൽ ഇൻ ദ റിവർ, അതൊക്കെ എന്താണ്? ഒരു മോശമായ പരിപാടിയാണ്. അതൊക്കെ ഏതൊക്കെയാണ് നോക്കുക. എങ്ങനെയാണ് നമ്മുടെ വാട്ടർ റെയിൻ ഉണ്ടാവണത് എന്നാണ് നോക്കാൻ പോണത്. റെയിൻ എങ്ങനെയാണ് ഉണ്ടാവണതെന്ന് നോക്കാൻ പോവുകയാണ്. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. ഞാൻ പറഞ്ഞുതരാം. ആദ്യം the water from the water bodies and the plants reach the atmosphere in the form of water vapor due to the heat of the sun. The water vapor condensed in the form of clouds get cooled and come down as rain. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറും അതിൻ്റെ വാട്ടർ ബോഡീസും അതുപോലെ പ്ലാന്റ്സിനും ഒക്കെ ഉള്ള വെള്ളം എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്തിട്ട് വാട്ടർ വേപ്പറായിട്ട് എവിടേക്ക് പോകുന്നു? ഹീറ്റായിട്ട്, ചൂടായിട്ട് സണ്ണിലേക്ക് പോകുന്നു. ദ വാട്ടർ വേപ്പർ കണ്ടൻസ് ഇൻ ദ ഫോം ഓഫ് ക്ലൗഡ്സ്. വാട്ടർ വേപ്പർ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്ലൗഡ്സ് ആയിട്ട് കണ്ടൻസ് ചെയ്തിട്ട് അത് കൂൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റെയിനായിട്ട് വരുന്നത്. ഈ വാട്ടർ ബോഡീസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നൊക്കെ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്തിട്ട് ക്ലൗഡായി മാറുന്നു. ഈ ക്ലൗഡ് കൂളാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വാട്ടറായിട്ട് വീണ്ടും. അതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഇവോപ്പറേഷൻ ആൻഡ് കണ്ടൻസേഷൻ. എന്താണ് ഇവോപ്പറേഷൻ, എന്താണ് കണ്ടൻസേഷൻ? ഇതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ചോദിക്കുക തന്നെയായിരിക്കും ഇവോപ്പറേഷനും കണ്ടൻസേഷനും. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കാൻ അറിയുന്നതും ഇതിൻ്റെ പ്രോസസ്സ് എഴുതാൻ അറിയുന്നതും കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവോപ്പറേഷൻ എന്താണ് കണ്ടൻസേഷൻ എന്നാണ്. ഇവോപ്പറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ലിക്വിഡ് ചേഞ്ച് ടു വേപ്പർ ഡ്യൂ ടു ദ ഹീറ്റ്. ലിക്വിഡ് വേപ്പറായി മാറുന്നു. ചൂട് കാരണം ലിക്വിഡ് വേപ്പറായി മാറുന്ന പ്രോസസ്സിനെയാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. ഓൺ കൂളിംഗ്, അത് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വേപ്പർ വീണ്ടും ലിക്വിഡായി മാറുന്നു. അതിനെ പറയുന്നതാണ് കണ്ടൻസേഷൻ. വാട്ടർ ചേഞ്ചിങ് ഇൻ ടു വാട്ടർ വേപ്പർ is an example of evaporation and water vapor changing to water is an example of condensation.
ഇവോപ്പറേഷൻ കണ്ടൻസേഷൻ മനസ്സിലായി. ഇവോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വേപ്പറായി മാറുന്നു ഹീറ്റിൻ്റെ പ്രസൻസിൽ എന്ന് പറയുന്നത് ഇവോപ്പറേഷൻ. ഈ വേപ്പർ ലിക്വിഡായി മാറുന്നു ഇൻ ദ പ്രസൻ ബൈ കൂളിംഗ് ദ കോൾഡ് കണ്ടൻസിയേഷൻ. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായില്ലേ? ലെയിൻ ഹാർവസ്റ്റ് വിത്ത് മഡ് വാൾസ്, അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ മഴ പെയ്യണ സമയത്ത് വെള്ളം നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കുക എന്നൊക്കെ. പിന്നെ റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, റെയിൻ വാട്ടർ വെൽ ഇൻറ്റു വെൽ, അതുപോലെ തന്നെ അങ്ങനെ പല 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 റെയിൻ സ്റ്റോറേജ് ടാങ്ക്സ് ഉണ്ട്. സിലിപ്പോലിയൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്സ് ഉണ്ട്. റീചാർജിങ് ആൻഡ് സം ഓഫ് ദ ന്യൂ മെത്തേഡ്സ് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലഡ് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഫ്ലഡ് ഉണ്ടായ ലാൻഡ് സ്ലൈഡ് ഉണ്ട്, സീ ടർബുലൻസ് ഉണ്ട്, ലാൻഡ് സ്ലൈഡ്സസ് ഉണ്ടായി അല്ലേ. അങ്ങനെ അങ്ങനെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് ഓവറായിട്ട് റെയിൻ പെയ്തപ്പോഴും ഉണ്ടായി. ഇത്രയേ ഉള്ളൂ ഈ പാഠം. സോ ഈ പാഠത്ത് നമ്മൾ മെയിനായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇവോപ്പറേഷൻ, എന്താ കണ്ടൻസിയേഷൻ എന്ന് മറക്കരുത്. എങ്ങനെയാണ് ഈ മഴ ഉണ്ടാവണത് എന്ന് മറക്കരുത്. മഴ എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് പല മെത്തേഡ്, ഇതിൽ 2-3 മെത്തേഡ് പഠിച്ചു വയ്ക്കുക. പിന്നെ എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെൻ്റ്, എന്താണ് സൊല്യൂഷൻ എന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ വാട്ടറാണ് യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ഈ പാഠത്തിലാകെ പഠിക്കാനുള്ളൂ. സോ ഈ പാഠം നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Then thank you and have a nice day.